ജനവാസ മേഖലകൾ ഉൾപ്പെടെ മിക്കവാറും എല്ലാത്തരം ആവാസ വ്യവസ്ഥകളിലും പാമ്പുകൾ കാണപ്പെടാറുണ്ട്. പാമ്പുകൾക്ക് വളരെയധികം പാരിസ്ഥിതിക പ്രാധാന്യമുണ്ട്. എലിപ്പനി, പ്ലേഗ് തുടങ്ങിയ മാരക രോഗങ്ങൾ പരത്തുകയും നമ്മുടെ കാർഷിക വിളകൾ നശിപ്പിക്കുകയും ചെയ്യുന്ന എലി, പെരിച്ചാഴി തുടങ്ങിയ ജീവികളുടെ എണ്ണം നിയന്ത്രിക്കുന്നതിൽ പാമ്പുകൾക്ക് സുപ്രധാന പങ്കുണ്ട്. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ സുരക്ഷിതമായി നിലനിർത്തുന്നതിൽ അവ നിസ്തുലമായി സേവനം നൽകിവരുന്നു. കേരളത്തിൽ കാണപ്പെടുന്ന ഭൂരിഭാഗം പാമ്പുകളും വിഷമില്ലാത്ത നിരുപദ്രവകാരികളാണ്. കേരളത്തിൽ കാണപ്പെടുന്നവയിൽ 10ൽ താഴെ ഇനങ്ങൾക്ക് മാത്രമേ മനുഷ്യന് അപകടകരമാകുന്ന തരത്തിൽ ഉഗ്രവിഷമുള്ളൂ. മൂർഖൻ, വെള്ളിക്കെട്ടൻ, ചേനത്തണ്ടൻ, ചുരുട്ടമണ്ഡലി, രാജവെമ്പാല, കുഴിമണ്ഡലി മുതലായവയാണ് കരയിലെ പ്രധാന വിഷപ്പാമ്പുകൾ. ഹംനോസ്റ്റ് പിറ്റ് വൈപ്പർ അഥവാ മുഴമൂക്കൻ കുഴിമണ്ഡലി മറ്റു പിറ്റ് വൈപ്പറുകളെ അപേക്ഷിച്ച് മൂക്ക് മുഴച്ചു നിൽക്കുന്നതിനാലാണ് ഇവയ്ക്ക് ഈ പേര് വന്നത്. ഇവയെ രാത്രിയിലാണ് കാണപ്പെടുന്നതെങ്കിലും ചിലപ്പോൾ മഴയുള്ള അല്ലെങ്കിൽ തണുത്ത ദിവസങ്ങളിൽ പകലും കാണാറുണ്ട്. ഷോല, നിത്യഹരിത, അർദ്ധനിത്യഹരിത, ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങളുടെ താഴ്ന്നതും മിതമായതുമായ ഉയരത്തിലാണ് ഇത് പ്രധാനമായും കാണപ്പെടുന്നത്. കട്ടികൂടിയ ഇലച്ചെടികൾ, കൊഴിഞ്ഞുവീണ തടികൾ, തോട്ടങ്ങളിലെ വേരുകൾ, തുറന്നു കിടക്കുന്ന വിടവുകൾ ഇവിടെയൊക്കെ പതിയിരുന്നാണ് ഇവ ഇര തേടുന്നത്. ഇതിൻ്റെ ഭക്ഷണത്തിൽ പ്രധാനമായും തവളകൾ, പല്ലികൾ, ചെറിയ ഇല്ലികൾ എന്നിവ ഉൾപ്പെടുന്നു. ഇടയ്ക്കിടെ ഇരയെ ആകർഷിക്കാൻ വാൽ ചുഴറ്റാറുണ്ട്. വേനൽ മധ്യം മുതൽ ശൈത്യകാലത്തിൻ്റെ ആരംഭം വരെ 4 മുതൽ 18 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാറുണ്ട്. ഇതിൻ്റെ പെരുമാറ്റം സാധാരണയായി ലജ്ജാശീലമുള്ളതാണ്, എന്നാൽ ജാഗ്രതയുള്ളതുമാണ്. പ്രകോപനമുണ്ടായാൽ അത് ശരീരത്തിൻ്റെ ഭൂരിഭാഗവും പരത്തുകയും ശത്രുവിൻ്റെ ശ്രദ്ധ തിരിക്കാൻ വാൽ ചുഴറ്റുകയും ചെയ്യുന്നു. ഇവ അണലിയെപ്പോലെ ആക്രമണകാരിയല്ല, എങ്കിലും അണലിയെപ്പോലെ എല്ലാ വശങ്ങളിലേക്കും ചാടിക്കടിക്കാൻ കഴിവുണ്ട്. 55 സെൻറ്റിമീറ്റർ വരെ വളരുന്ന ചെറിയ പാമ്പാണിത്. എന്നാൽ 40 സെൻറ്റിമീറ്ററിന് മുകളിൽ സാധാരണ കാണാറില്ല. പുതുതായി ജനിച്ച കുഞ്ഞുങ്ങൾക്ക് 12 മുതൽ 13 സെൻറ്റിമീറ്റർ നീളമുണ്ടാകും. HNPVയുടെ ശരീരം ചെറുതും തടിച്ചതുമാണ്. തല വലുതും ത്രികോണാകൃതിയിലുള്ളതും കഴുത്തിനേക്കാൾ വ്യക്തമായ വീതിയുള്ളതുമാണ്. മൂക്ക് മുകളിലേക്ക് ചെറുതായി വളഞ്ഞു മുഴച്ചു നിൽക്കുന്നു. മൂക്കൻ കുഴിമണ്ഡലിയുടെ കടിയേറ്റുള്ള മരണം താരതമ്യ കുറവായതുകൊണ്ട് അവയെ ബിഗ് 4ൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവയുടെ വിഷത്തിന് ഉള്ള ആൻറ്റി സ്നേക്ക് വനം ലഭ്യമല്ല. നമ്മുടെ ദക്ഷിണ പശ്ചിമ ഘട്ടത്തിലും ശ്രീലങ്കയിലും മാത്രമേ ഇവയുള്ളൂ. അടുത്ത കാലത്ത് HNPVയുടെ കടിയേറ്റ് ചില മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പലർക്കും ഇവയുടെ കടി മാരകമാകുകയും ചെയ്തതിനാൽ ഇപ്പോൾ ഇവയെ ഹൈലി വെനമസ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാമ്പ് കാരണം ജനങ്ങൾക്ക് ഭീതിയോ അപകടമോ ഉണ്ടാകാവുന്ന സാഹചര്യങ്ങളെ നേരിടാൻ കേരള വനം വകുപ്പ് സുസംഘടിതമായ ഒരു സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ 1700-ൽ പരം അംഗീകൃത പാമ്പ് രക്ഷാ പ്രവർത്തകരുണ്ട്. പാമ്പുകൾ മൂലമുള്ള അപകട സാധ്യതയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ ദ്രുതഗതിയിലുള്ള പ്രതികരണത്തിന് അവർ സജ്ജരാണ്.